ഉസ്ബെക്കിസ്ഥാനിൽ ഒരാഴ്ച ഈദ് പ്രമാണിച്ച് അതുപോലെ തന്നെ നവറൂസ് പ്രമാണിച്ച് ലീവായിരുന്നു. അപ്പോഴാണ് നമ്മൾ ടീച്ചേഴ്സെല്ലാം പ്ലാൻ ചെയ്തത് ഒരു വൺ ഡേ ക്യാമ്പ്. വൺ ഡേ ക്യാമ്പിന് വേണ്ട തയ്യാറെടുപ്പുകൾ അവർ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 6 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളത്. ഒരു ബ്യൂട്ടി സ്പോട്ടായിരുന്നു, നാച്ചുറൽ ബ്യൂട്ടി സ്പോട്ടായിരുന്നു അത്. സോ ഞങ്ങൾ ബസ്സിലെല്ലാം അടിച്ച് പൊളിച്ചു നമ്മൾ ലൊക്കേഷനിലെത്തി. ലൊക്കേഷനിലെത്തിയതിന് ശേഷം കാണുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ യൂത്തന്മാരായിട്ടുള്ള അധ്യാപകരുമുണ്ട്. അവർ വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുത്തു. ഞാനും അവരെ കൂടെ കൂടി. ഇതൊരു വലിയ മൗണ്ടൻ പീക്കായിരുന്നു. അതിന് ടോപ്പിലെത്തിയ സമ്മിറ്റ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. അത് ഞങ്ങളവിടെ ടോപ്പിലെത്തിയിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ്. നല്ല വെതറും ആയിരുന്നു. കൂടെ വന്ന മറ്റ് ടീച്ചേഴ്സ് എല്ലാവരും ഒരു ടെൻറ്റിൽ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഒരു ചെറിയ റിവർ, അതിൽ കൂടെ കുറച്ച് ഫോട്ടോ സെഷൻ, പിന്നെ കുതിര സവാരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു പ്യുവർ നാട്ടിലെ പോലെ പാർക്കിലെ കുതിര സവാരി ആയിരുന്നു. ഇത് കറക്റ്റ് നമ്മുടെ മൗണ്ടനിയറിങ്ങിലൂടെ മൗണ്ടൻസിൻ്റെ മുകളിലൂടെയുള്ള യാത്ര ഒരു തികച്ചും വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനും സത്യത്തിൽ കുതിര സവാരി വളരെ രസകരമായിട്ട് തന്നെ അത് എൻജോയ് ചെയ്തു. ഭക്ഷണം എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഇവിടെ ബാർബിക്യൂ, ഒരു ക്യാമ്പിങ്ങിന് വേണ്ട ബാർബിക്യൂ, അതുപോലെ തന്നെ മറ്റുള്ള ഈ ഉസ്ബെക്ക് സ്പെഷ്യൽ ഫുഡ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. അവർ കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഓൺ ദ സ്പോട്ടിൽ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനും അവരെ കൂടെ കൂടി ബാർബിക്യൂ പ്രിപ്പറേഷനിലും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉസ്ബെക്ക് സിറ്റിസൺ എന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ കൂടെ എല്ലാത്തിലും ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. സോ ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അവരും എന്നെ ഒരു ബ്രദർ തുല്യം, ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് എന്നെയും കണ്ടത്. ഞാൻ തികച്ചും വ്യത്യസ്തനായിരുന്നു. ആസ് എൻ ഇന്ത്യൻ ഇവരുടെ കൂടെ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെനിക്ക് എല്ലാ പ്രയോറിറ്റിയും അതുപോലെ തന്നിട്ടുണ്ടായിരുന്നു. അവർ വളരെ കെയറോട് കൂടിയായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകത, ഈ സ്പ്രിംഗ് സീസണിൽ പട്ടം പറത്തുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞങ്ങൾ അവസാനം ഒരു വൈകുന്നേരം 6 മണിയോട് കൂടി അവിടെ നിന്ന് തിരിച്ചു.